നിപ്പയിൽ നേരിയ ആശ്വാസത്തിന്റെ വാർത്തകൾ. പരിശോധനയ്ക്ക് അയച്ച 9 സാമ്പിളുകൾ നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരത്തെ ഫലം ഇതുവരെ വന്നിട്ടില്ല. 15 പേർ ആശുപത്രികളിൽ ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. 406 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ ഇന്ന് 6642 വീടുകളിൽ പനി സർവേ പൂർത്തിയായി. നാളെയും മറ്റന്നാളുമായി സാമ്പിൾ പരിശോധന തുടങ്ങുമെന്നും വീണ ജോർജ് പറഞ്ഞു. ഹൈറിസ്ക് പട്ടികയിലുള്ള 139 പേരും ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. 2023 കണ്ടെത്തിയ വൈറസുകളുടെ അതേ വകഭേദം ആണ് ഇപ്പോഴും ഉള്ളതെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കേരളത്തിൽ അതായത് 2023 നമ്മൾ കണ്ടെത്തിയ വവ്വാലുകളിൽ കണ്ടെത്തിയ വൈറസിന്റെ അതേ വകഭേദമാണ് ഈ വൈറസും എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. 100% ഒരേ വേരിയന്റ് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ കോഴിക്കോട് പരിശോധിച്ച 9 പേരുടെയും ഫലം നെഗറ്റീവാണ്. അപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞും ഇന്നുമായി 7239 വീടുകളാണ് 2 പഞ്ചായത്തുകളിലുമായി പാണ്ടിക്കാടും ആനക്കയത്തുമായി സന്ദർശിച്ചിട്ടുള്ളത്. അതായത് 7239 വീടുകൾ ഇന്നലെ ഉച്ച കഴിഞ്ഞും ഇന്നുമായിട്ട് സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ പാണ്ടിക്കാട് 3702 വീടുകൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആനക്കയത്ത് 2940 വീടുകളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്.